ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം. ശാന്തകുമാർ തുടരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വലിയ ഗ്രഹപാഠം നടത്തിയ ശേഷമായിരിക്കുമല്ലോ പോലീസിന്റെ ഇത്തരത്തിലൊരു നീക്കം. അല്ലാതെ MLA അറസ്റ്റ് ചെയ്യാൻ ഇത്തരം ഒരു വലിയ പോലീസ് സന്നാഹവുമായി MLAയുടെ വീട്ടിലേക്ക്, അതും ഈ രാത്രിയിൽ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. അത്തരത്തിൽ പോലീസിന്റെ ഒരു നീക്കം അത് എത്തരത്തിലായിരിക്കും? തീർച്ചയായും നിയമവശങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം തന്നെയായിരിക്കും പോലീസും ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുക. സാധാരണ പതിവ് അങ്ങനെ തന്നെയാണ്. പക്ഷേ MLAക്കെതിരെ നടപടികൾ അല്ലെങ്കിൽ ഇത്തരം പോലീസ് നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന് സ്പീക്കറുടെ അനുമതി വേണമെന്നുള്ള ഉൾപ്പെടെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളുടെ സാഹചര്യം എന്ത് എന്നുള്ളതും അത് വകുപ്പുകൾക്കനുസരിച്ച് പുതിയ വകുപ്പുകൾ വരുമ്പോൾ അത് അവയെല്ലാം ഉൾപ്പെടുമോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള DMK ആണ് സമരം സംഘടിപ്പിച്ചത്. ആ സമരത്തിലാണ് ഇന്ന് വനംവകുപ്പിന്റെ ഓഫീസ്, നിലമ്പൂരിലെ ഓഫീസിന് വലിയ കേടുപാടുകൾ സംഭവിച്ചത്. ഓഫീസിനകത്ത് കയറി അതിക്രമം കാണിച്ചത്. ഞായറാഴ്ച അടഞ്ഞു കിടക്കുന്ന ഓഫീസിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറുകയും ജനൽ ചില്ലുകളും അതുപോലെ തന്നെ കസേരകളും ഫയലുകളും എല്ലാം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള അതിക്രമം നടന്നതിന് ശേഷമാണ് അവരെ പോലീസ് എത്തിയ ഉടനെ അവരെ അവിടുന്ന് മാറ്റുകയായിരുന്നു. തുടർന്നും അവിടെ സമരം തുടരുന്നുണ്ടായിരുന്നെങ്കിലും അവർ റോഡിൽ ഉപരോധ സമരം മറ്റുള്ളതിലേക്കും പോയി. അവിടെയും പോലീസ് എത്തി തടസ്സപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് 11 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും 4 പേരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കും മറ്റുമായി കൊണ്ടുപോയിട്ടുള്ളത്. ശേഷിക്കുന്നവരെ ആൾക്കാരെ കണ്ടെത്തുന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് MLA തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് MLAയുടെ നിലമ്പൂരിൽ ഒതായിലുള്ള വീട്ടിലേക്ക് DYSP നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. നിലമ്പൂർ CI ഉണ്ട്, SI ഉണ്ട്, അതുപോലെ തന്നെ നിലമ്പൂർ DYSP ഉണ്ട്. വലിയൊരു തോതിൽ ഒരു 60-ലധികം പോലീസ് സംഘം തന്നെ 3 ഗേറ്റിലായി കാവൽ നിൽക്കുന്നു. ഒരു സംഘം പോലീസ് അൻവറിന്റെ വീടിന് അകത്ത് അവര് MLAയും കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സംഗീത. ശാന്തകുമാർ, ഈ ഘട്ടത്തിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ, ഈ പറഞ്ഞ നിയമവശങ്ങളെല്ലാം നോക്കിയ ശേഷമാണ് പോലീസ് വന്നതെങ്കിൽ തീർച്ചയായും ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനുശേഷം എത്തരത്തിലായിരിക്കും? ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള നിരവധി പ്രൊസീജിയറുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ രാത്രിയിൽ അതൊക്കെ എത്രത്തോളമായിരിക്കും? ഇതിലൊക്കെ ഒരു ഗ്രഹപാഠം പോലീസ് നടത്തിയിട്ടുണ്ടാകുമോ? എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും പോലീസ് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അൻവർ ഏറെ കാലമായി നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും എല്ലാം ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP MR അജിത് കുമാറിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിയമപരമായി നടപടികളിലേക്ക് എല്ലാം
പോകുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ പോലീസും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. നിയമപരമായ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് സർക്കാരിന്റെ തന്നെ ഒരു ലീഗൽ ഒപ്പീനിയൻ ഉൾപ്പെടെ വാങ്ങിയതിനു ശേഷം തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു അറസ്റ്റ് നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആ അറസ്റ്റിനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ PV അൻവറിനെതിരെയും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്കും മെഡിക്കൽ പരിശോധന നടത്തുകയും തുടർന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് മുന്നിൽ ആജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകാനുള്ള തന്നെയാണ് സാധ്യത. അത് എത്ര കണ്ട് എളുപ്പത്തിൽ നടപ്പാൻ കഴിയും എന്നുള്ളത് വരും മണിക്കൂറുകളേറെ നിർണായകമാണ്. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. പോലീസും ആ നീക്കത്തിന് ഒപ്പം അത് പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളുമായി തന്നെയായിട്ടാണ് പോലീസും നിലനിൽക്കുന്നത്. ഇപ്പോൾ അൻവറിന്റെ ഒതായിലെ വീട്ടിൽ വൻ പോലീസ് സന്നാഹം തന്നെ വീടിന് ചുറ്റുമുണ്ട്. വീടിന് അകത്ത് അൻവറിനെ കാത്തു നിൽക്കുകയും ചെയ്യുകയാണ് സംഗീത. ശരി, ശാന്തകുമാർ തുടരുക.